ഒരു സ്റ്റാറിനെ ഇമാജിൻ ചെയ്യുക. നമ്മുടെ സൂര്യനേക്കാൾ മാസീവായിട്ടുള്ള ഒരെണ്ണത്തെ, അതായത് അത് കടന്നുകൊണ്ട് ഇരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വയലൻ്റ് എക്സ്പ്ലോഷനായിട്ടുള്ള സൂപ്പർനോവ എക്സ്പ്ലോഷനിലേക്കാണ്. യെസ്, അത് സ്ഫോടനാത്മകമായി പൊട്ടിത്തെറിച്ചിരിക്കുന്നു. എന്താണ് ബാക്കിയുള്ളത്? പിന്നെ സംതിങ് സോ ഡെൻസ്, അതായത് ഒരു ടീസ്പൂണിൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർവ്വതത്തിൻ്റെ അത്രയും ഭാരമുള്ളതാണ്. അതെ, അതാണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ. മില്യൺസ് ഓഫ് ഇയേഴ്സ് കോറിലെ ന്യൂക്ലിയർ ഫ്യൂവൽസ് ബേൺ ചെയ്ത് ഗ്രാവിറ്റിയുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. തുടക്കത്തിൽ ഹൈഡ്രജൻ ഹീലിയമായി മാറി, പിന്നീട് ഹീലിയം ബിക്കംസ് ഹെവിയർ എലമെൻസായി മാറി, അവസാനം കോറിൽ മെറ്റൽ അയൺ ഫോം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അതും അവസാനിച്ചു. ഗ്രാവിറ്റി വിജയിച്ചു. ഒടുവിൽ കോർ തകർന്നടിഞ്ഞു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ. അവസാനം ഔട്ടർ ലെയർ അടർന്നു നീങ്ങി. തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കോറിൽ സംതിങ് ഹാപ്പൻഡ്, നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്തത്. ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ക്രഷ്ഡ് ടുഗദർ. എന്നിട്ടവ ന്യൂട്രോൺസിനെ സൃഷ്ടിക്കുന്നു. പൊടുന്നനെ തകർന്നടിഞ്ഞ കോറ് ആറ്റോമിക് ന്യൂക്ലിയസായി മാറുന്നു. അതാണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ. ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ വ്യാപ്തി എന്നത് 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എങ്കിലും അത് ഉൾക്കൊള്ളുന്ന ദ്രവ്യത്തിൻ്റെ അളവ് നമ്മുടെ സൂര്യനേക്കാൾ ധാരാളമാണ്. ഗ്രാവിറ്റി അത്രയും ശക്തമാണ്. നിങ്ങളതിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മില്യൺസ് ഓഫ് ഭാരം അനുഭവപ്പെടും. നിങ്ങളതിൻ്റെ ഉപരിതലത്തിൽ നിന്നും 1 ടീസ്പൂൺ ദ്രവ്യം കോരിയെടുക്കുകയാണെങ്കിൽ അതിന് ബില്യൺസ് ഓഫ് എർത്തിൻ്റെ ഭാരം അനുഭവപ്പെടും. പക്ഷേ അതുമാത്രമല്ല ന്യൂട്രോൺ സ്റ്റാറിൻ്റെ പ്രത്യേകത, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അത് ട്രില്യൺ ടൈംസ് ഓഫ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് തുല്യമായിരിക്കും. ഒരു ന്യൂട്രോൺ സ്റ്റാർ രൂപം കൊള്ളുമ്പോൾ തന്നെ അത് സ്പിൻ ചെയ്യാൻ തുടങ്ങും, ശക്തമായി അതിശക്തമായി. ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ മാഗ്നറ്റിക് പോൾസ് എന്നത് പ്രപഞ്ചത്തിലെ ലൈറ്റ് ഹൗസ് തന്നെയാണ്. ഇറ്റ് റിലീസ് പവർഫുൾ ബീം ഓഫ് റേഡിയേഷൻസ്. ആ മാഗ്നറ്റിക് പോളിൽ എർത്തിന് അനുഭവമായിരിക്കുവാണെങ്കിൽ നിങ്ങളതിൻ്റെ ബീംസ് സ്പോട്ട് ചെയ്യും ഒരു പ്രത്യേക പാറ്റേണിൽ. അപ്പോഴാണ് അതിനെ പൾസർ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് എ പൾസർ. പൾസർ എന്നത് പ്രപഞ്ചത്തിലെ ലൈറ്റ് ഹൗസാണ്. വളരെ റാപ്പിഡായി സ്പിൻ ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും സിഗ്നൽസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില പൾസേഴ്സ് സെക്കൻഡ്സിൽ 1 തവണ സ്പിൻ ചെയ്യുമ്പോൾ മറ്റു ചില പൾസേഴ്സ് ആകട്ടെ സെക്കൻഡ്സിൽ 100 ടൈംസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവ പ്രപഞ്ചത്തിൻ്റെ പ്രിസൈസ്ഡ് ക്ലോക്സ് ആണ്. ന്യൂട്രോൺ സ്റ്റാർസ് വെറും ഒരു കോസ്മിക് ഒബ്ജക്ട്സ് മാത്രമല്ല, ഇവ എക്സ്ട്രീം ഫിസിക്സിൻ്റെ ലബോറട്ടറി കൂടിയാണ്. ഇവ നമ്മുടെ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു ഗ്രാവിറ്റിയുടെ ലിമിറ്റ്സ് അറിയാൻ വേണ്ടി, സ്പേസ്, ടൈം ആൻഡ് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളും.